നമസ്കാരം. ഇന്ന് നമ്മൾ സംസ്ഥാനത്തെ മികച്ച താലൂക്ക് ആശുപത്രികളിലൊന്നായ പുനലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രി മേധാവി ഡോക്ടർ സുനിൽ കുമാർ സാറിനൊപ്പമാണ് ഉള്ളത്. അദ്ദേഹത്തോട് ചോദിക്കും. സർ, നമ്മുടെ പുനലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയെ പറ്റി ജനങ്ങൾക്കായി വിശദീകരിക്കുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രി 1950 ആരംഭിക്കുന്നത്. വളരെ ചെറിയ രീതിയിലുള്ള ഒരു ധർമാശുപത്രിയായിട്ടാണ് ഇത് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് 2010 നമുക്ക് സ്പെഷ്യാലിറ്റി കേഡർ വരികയും 2021 ഈ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കേരളത്തിലെ ഏറ്റവും നല്ല താലൂക്ക് ആശുപത്രികളിലൊന്നായിട്ട് വർഷങ്ങളായിട്ട് പുനലൂർ താലൂക്ക് ആശുപത്രി നിലനിൽക്കുന്നുണ്ട്. എല്ലാ വർഷവും ക്വാളിറ്റിയുടെ എല്ലാവിധ ടെസ്റ്റുകളും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, നമ്മൾ ക്വാളിഫൈ ചെയ്ത് പോകാറുണ്ട്. നല്ല മാർക്കോട് കൂടി തന്നെ എല്ലാ ഗുണനിലവാര സൂചികകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് ദിവസം 2000-ഓളം രോഗികൾ ഈ ആശുപത്രിയെ വരുന്നുണ്ട്. അതുപോലെ ഏതാണ്ട് 200-ഓളം രോഗികൾ മിക്ക ദിവസവും ഇവിടെ കിടപ്പ് രോഗികളായി ഈ ആശുപത്രിയിലുണ്ട്. ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഏതാണ്ട് 4 സൂപ്പർ സ്പെഷ്യാലിറ്റികൾ നമുക്ക് താലൂക്ക് ആശുപത്രിയിലുണ്ട്. കേരളത്തിലെ മറ്റ് ഒരു താലൂക്ക് ആശുപത്രിയിലും 4 സൂപ്പർ സ്പെഷ്യാലിറ്റി കാണാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചികിത്സ, അതായത് യൂറോളജിയിലേക്ക് ലേറ്റസ്റ്റ് പ്രൊസീജിയറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ന്യൂറോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്. നമുക്ക് 29 ഡയാലിസിസ് മെഷീനുണ്ട്. 3 സെക്ഷനായിട്ട് ഏതാണ്ട് 90 അടുപ്പിച്ച് ഡയാലിസ് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അത് കൊല്ലം ജില്ലയിൽ അത്രയും ഡയാലിസ് ചെയ്യുന്ന വേറെ ഒരു ആശുപത്രിയും ഇല്ല. നമുക്ക് നമ്മുടെ ആശുപത്രിയിൽ 14 സ്പെഷ്യാലിറ്റികളുണ്ട്, 4 സൂപ്പർ സ്പെഷ്യാലിറ്റി. സ്പെഷ്യാലിറ്റി മെഡിസിൻ ഉണ്ട്, സർജറി ഉണ്ട്, ഗൈനക് ഉണ്ട്, ENT ഉണ്ട്, ഒഫ്താൽമോളജി ഉണ്ട്, സൈക്യാട്രി ഉണ്ട്, ഡെന്റൽ ഉണ്ട്. അങ്ങനെ ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ട എല്ലാ സ്പെഷ്യാലിറ്റി 14 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ഏറ്റവും ലേറ്റസ്റ്റ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററാണ്. എല്ലാ കേസുകളും ചെയ്യാൻ തക്ക ഇൻഫ്രാസ്ട്രക്ചറുള്ള ഓപ്പറേഷൻ തിയേറ്ററാണ് നമുക്ക് ഉള്ളത്. ഗൈനക്കിലെ എല്ലാ പ്രൊസീജിയറും, ഗൈനക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെലിവറിയും സിസേറിയനും നടക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു ആശുപത്രികളിൽ ഒന്നുകൂടിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. അതുപോലെ തന്നെ 4 സൂപ്പർ സ്പെഷ്യാലിറ്റി, അതായത് കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി, 4 സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്കൊരു സ്ട്രോക്ക് യൂണിറ്റ് ഉണ്ട്. ഒരു സ്ട്രോക്ക്, അതായത് നമ്മൾ ത്രോംബലൈസ് ചെയ്യുന്നുണ്ട്. സ്ട്രോക്ക് വരുന്ന രോഗികളെ നമ്മൾ ഒരു വില കൂടിയ ഒരു മരുന്ന്, ടെനക്ടപ്ലൈസ് എന്ന് പറയും, ഏതാണ്ട് 30,000 രൂപ വിലയുള്ള ഒരു മരുന്നാണ്. അത് നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് രോഗികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെ സ്ട്രോക്ക് ചികിത്സയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ചികിത്സയാണ് ടെനക്ടപ്ലൈസ് ഉപയോഗിച്ച് ത്രോംബലൈസ് ചെയ്യുന്ന ചികിത്സ. ആ ചികിത്സ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡയാലിസിസ് ഏതാണ്ട് ഒരു ദിവസം ഏതാണ്ട് 90 അടുപ്പിച്ച് ഡയാലിസിസ് നടക്കുന്നുണ്ട്. സാധാ ഡയാലിസിസ് അല്ലാതെ HbSAg പോസിറ്റീവ് അങ്ങനെയുള്ള രോഗികൾക്കും നമ്മൾ ഡയാലിസിസ് നൽകുന്നുണ്ട്. സാധാരണ ബാക്കിയുള്ള ആശുപത്രികളിൽ അതിനുള്ള സൗകര്യം ലഭ്യമല്ല, പക്ഷെ നമ്മളത് അങ്ങനെയുള്ളവർക്കും നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂറോളജി നേരത്തെ പറഞ്ഞ പോലെ മെയിൻ പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നുണ്ട്, സർജറികൾ നടക്കുന്നുണ്ട്. കാർഡിയോളജി നമുക്കുണ്ട്. നമുക്ക് കാർഡിയോളജി ഇപ്പോൾ ആഴ്ച 2 ദിവസമേ ഉള്ളൂ, വ്യാഴവും ശനിയുമേ ഉള്ളൂ. നമ്മൾ പക്ഷെ ഒരു കാത്ത് ലാബ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിനായി 7 കോടി ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. കാത്ത് ലാബിന്റെ എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കാനായി അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും അതിന്റെ ഒരു പ്ലാൻ റെഡിയാക്കാനും അതിന്റെ ഒരു DPR തയ്യാറാക്കാനുമായി നമ്മൾ ഇങ്കൽ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് അംഗീകൃത ഏജൻസിയെ സമീപിക്കുകയും അവർ എത്രയും പെട്ടെന്ന് അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സ് പൂർത്തീകരിച്ച് DPR-ഉം എസ്റ്റിമേറ്റും പ്ലാനും എല്ലാം നമുക്ക്
തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് അത് ഗവൺമെന്റിൽ സമർപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് കാത്ത് ലാബിന്റെ പണി നമുക്ക് തുടങ്ങാനൊക്കും. നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ഇവിടെ ചെയ്യാൻ കാര്യം ഇതൊരു മലയോര മേഖലയാണ്. ഇവിടെ നിന്ന് വരുന്ന രോഗികളൊക്കെ ഹൃദയാഘാതവുമായി വരുന്ന രോഗികൾക്ക് ഇതുപോലെയുള്ള ചികിത്സ നൽകണമെങ്കിൽ 1-2 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്താനൊക്കൂ. ENTയിലും നമ്മൾ ഏറ്റവും മെജോറിറ്റി കേസുകളും ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മാത്രം ചെയ്യുന്ന കേസുകളെല്ലാം നമ്മളിവിടെ ചെയ്യാറുണ്ട്. ENT നമുക്ക് 3 ENT സർജൻസ് ഉണ്ട്. അവര് കേസുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ആശുപത്രിക്ക് ഏതാണ്ട് 10 വർഷമായിട്ട് കണ്ടിന്യൂസ് എല്ലാ വർഷങ്ങളിലും അംഗീകാരങ്ങൾ കിട്ടാറുണ്ട്. കിട്ടുന്ന അംഗീകാരങ്ങൾ നമ്മൾ അതുപോലെ നിലനിർത്താറുമുണ്ട്. നമുക്ക് NQS അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ആശുപത്രിയാണ് ഇത്. നമ്മൾ 3ാമത്തെ തവണയാണ് NQS അക്രഡിറ്റേഷൻ കിട്ടുന്നത്. ഒരു NQS അക്രഡിറ്റേഷൻ 3 വർഷത്തേക്ക് പ്രാബല്യത്തിലുള്ളതാണ്. നമുക്ക് ക്യാഷ് അക്രഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അവാർഡ് നിരവധി തവണ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കായകൽപ്പ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യവും കായകൽപ്പ അവാർഡ് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് പ്രൈസ് ആണ്. നമ്മൾ ഫസ്റ്റ് പ്രൈസിൽ നിന്ന് 1 മാർക്കിന്റെ വ്യത്യാസത്തിൽ സെക്കൻഡ് പ്രൈസ് ആയതാണ്. നമുക്ക് ലക്ഷ്യ അവാർഡ് കിട്ടിയ ആശുപത്രിയാണ്. അതുപോലെ MBFHI അവാർഡ് നമുക്കുണ്ട്. അങ്ങനെ അനവധി അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, കിട്ടുന്ന അവാർഡുകൾ അതുപോലെ നമ്മൾ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ സ്റ്റാഫിനും അതിൻ്റെതായ ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യങ്ങളിലും ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ആശുപത്രി സന്ദർശിക്കാനായി നിരവധി ആൾക്കാർ എത്തുന്നുണ്ട്. കാരണം ആശുപത്രിയിൽ മാത്രം കാര്യങ്ങൾ പഠിക്കാനും ഒരു താലൂക്ക് ആശുപത്രിയേക്കാൾ ഉയർന്ന ലെവലിൽ പല കാര്യങ്ങളും ഈ ആശുപത്രിയിൽ നിന്നും അറിയാനൊക്കും. അതുകൊണ്ട് ഒത്തിരി സ്ഥാപനങ്ങളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ വിസിറ്റിനായി ഈ ആശുപത്രിയിൽ ആൾക്കാർ എത്തുന്നുണ്ട്.